അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അകാരണമായ ഭയം, ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഇതനുഭവിക്കാത്തവർ ഇന്ന് കുറവായിരിക്കും അല്ലേ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു പേടി നമ്മെ പലപ്പോഴും തളർത്താറുണ്ട്. എന്നാൽ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും ഈ പ്രതിസന്ധിയെ എങ്ങനെയൊക്കെ മറികടക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. മനസ്സിന് ശാന്തി നൽകുന്ന ഇസ്ലാമിക വഴികളെക്കുറിച്ചിട്ടാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ സ്മരിക്കുക അഥവാ ദിക്ർ. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൈകളിലാണ് അല്ലേ? ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമാകുന്നത്. നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ പതിവാക്കുക. നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുക. അപ്പോൾ നമ്മുടെ ഭാരമൊക്കെ കുറയാൻ തുടങ്ങും. അത് നമ്മളെ ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടാൻ സഹായിക്കും. രണ്ടാമത്തേതാണ് പ്രാർത്ഥന. നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഉത്കണ്ഠയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ അത് അള്ളാഹുവിനോട് പറയുക. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയും അല്ലേ? നമുക്ക് അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയേണ്ടത്. നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ അത് അള്ളാഹുവിനോട് പറയുക. സുജൂദുകളിൽ മനസ്സ് തുറന്ന് കരയുക. അത് നൽകുന്ന ഒരു ആശ്വാസം മറ്റൊന്നിനും നൽകാനാവില്ല. ഒന്ന് ആത്മാർത്ഥതയോടെ അള്ളാഹുവിനോട് മനസ്സിരുന്ന് ദുആ ചെയ്ത് നോക്ക്. ഒരിക്കലും നിങ്ങൾക്കത് ഒരു നഷ്ടമായിട്ട് തോന്നൂല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് ഭാരമേൽപ്പിക്കുക. നമ്മളെല്ലാവരും ചിന്തിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന ഒരു ആകുലതയാണ് മിക്കവാറും എല്ലാവരുടെയും ഉത്കണ്ഠയ്ക്കുള്ള കാരണം. എനിക്ക് അള്ളാഹു മതി, അവൻ എല്ലാ നന്മയ്ക്കും വഴിയൊരുക്കും എന്ന ഉറച്ചൊരു വിശ്വാസം, ഒരു തവക്കുൽ ഉണ്ടെങ്കിൽ നമുക്ക് പകുതി സമാധാനം അവിടെ ലഭിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ച് വിഷമിക്കാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് നമ്മൾ സംതൃപ്തരാവാൻ ശ്രമിക്കുക. നാലാമത്തേത്, നമസ്കാരവും ഖുർആൻ പാരായണവും. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ദിവസം ഒരു 10 ആയത്തെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അദ്ദേഹം നമസ്കാരത്തിലേക്കാണ് തിരിഞ്ഞിരുന്നത്. കൃത്യസമയത്തുള്ള നിസ്കാരം മനസ്സിനെ അച്ചടക്കമുള്ളതാക്കുന്നു. ദിവസവും അല്പമെങ്കിലും ഖുർആൻ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ അകറ്റാൻ സഹായിക്കും. അഞ്ചാമത്തേത്, പ്രായോഗികമായ മാറ്റങ്ങൾ. ഇസ്ലാം ഒരു പ്രായോഗിക മതം കൂടിയാണ്. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക, നല്ലവരായ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുക, ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഇവയെല്ലാം മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നലെയും നാളെയും അള്ളാഹുവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഉത്കണ്ഠയുടെ പ്രധാന കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ സങ്കടങ്ങളോ വരാനിരിക്കുന്ന കാര്യങ്ങളോ പേടിയോ അതോ ഫിയറാണ്.
സുഹൃത്തുക്കളെ, കഴിഞ്ഞു പോയതിനെ മാറ്റാൻ നമുക്ക് കഴിയില്ല. വരാനിരിക്കുന്നത് തടയാനും നമുക്ക് കഴിയുമോ? ഇല്ല. നമ്മുടെ നിയന്ത്രണത്തിലും അല്ല അത്. നമുക്ക് കിട്ടിയത് ഈ ഒരു നിമിഷമാണ്. ഈ ഒരു നിമിഷം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. ഖദറിലുള്ള വിശ്വാസം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു മരുന്നാണ് അവൻ്റെ ജീവിതത്തിൽ. നമ്മുടെ തലച്ചോറിലെ ചിന്തകൾ കൊണ്ട് ഭാരം കൂടുമ്പോൾ ആ ഭാരം ഇറക്കി വെക്കാൻ പറ്റിയ ഒരിടമാണ് അള്ളാഹുവിൻ്റെ മുൻപിലുള്ള സുജൂദ്. നിങ്ങളുടെ വിഷമങ്ങൾ ആരോട് നിങ്ങൾ പറയണ്ട. സുജൂദിൽ പോയി ഭൂമിയിലേക്ക് നോക്കി മന്ത്രിക്കുക. ആകാശത്തിന് മുകളിലുള്ളവൻ അത് കേൾക്കും. പ്രപഞ്ചനാഥനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കണക്ഷൻ തരുന്ന സമാധാനം അനുഭവിച്ച് തന്നെ അറിയണം. ഈ സമയം കടന്നു പോകും എന്ന ചിന്ത സന്തോഷമായാലും സങ്കടമായാലും ഒന്നും ശാശ്വതമല്ല. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായും കഷ്ടതയോടൊപ്പം ഒരു എളുപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കറുത്ത രാത്രി കഴിഞ്ഞ് ഒരു വെളിച്ചം വരാനുണ്ട്. അള്ളാഹു ഒരാളെയും അവൻ്റെ കഴിവിനപ്പുറം പരീക്ഷിക്കില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മാനസിക പ്രയാസം നിങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായിരിക്കാം. നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നമുക്ക് ലഭിച്ച 1000 അനുഗ്രഹങ്ങളിലേക്കൊന്ന് നോക്കൂ. കാണാൻ കണ്ണ്, കേൾക്കാൻ ചെവി, ശ്വസിക്കാൻ വായു, ഇതിനൊക്കെ അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ തുടങ്ങും. നന്ദിയുള്ളവരാകുമ്പോൾ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കരുത്. മറ്റൊരാളോട് പുഞ്ചിരിക്കാൻ സഹായിക്കൂ. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകുകയോ ഒരാൾക്ക് നല്ലൊരു വാക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീങ്ങാനും ശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരും. ജീവിതം ഒരു പരീക്ഷണമാണ്. അതിൽ ഉയർത്താഴ്ചകൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ ശാന്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും.